ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കാശിക്കുഞ്ഞിന് റാഗിക്കുറുക്ക് അത്ര പിടുത്തമില്ല. എന്നാലും അവന് റാഗി ദോശ ഇഷ്ടമാണ് കേട്ടോ. ഇവിടെയൊക്കെ റാഗിക്ക് പഞ്ഞപ്പുല്ലെന്നാണ് പറയാ. ഈ പഞ്ഞപ്പുല്ലുകൊണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ. റാഗി ദോശ. ഇനി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് പച്ചരിയും ഉഴുന്നും ഒക്കെ എടുത്തു വയ്ക്കാം കേട്ടോ. ഒരു നാഴി അരിക്ക് അരനാഴി ഉഴുന്നെന്നുള്ള കണക്കിൽ അരി ഉഴുന്നൊക്കെ നമുക്കിടാം കേട്ടോ. ഇനി ഇവന്മാരെ വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കാം. ഇപ്പോൾ ഒരു 3-4 മണിക്കൂറായി. ഇനി ഇവന്മാരെ നന്നായി കഴുകി വാരിയെടുക്കാമേ. പച്ചരി ഉഴുന്നും വെള്ളത്തിൽ കുളിച്ച് സുന്ദര കുട്ടപ്പന്മാരായിട്ടുണ്ട്. റാഗി പിന്നെ പണ്ടേ സുന്ദരനാണല്ലോ. ഇനി ഇവന്മാരെ എല്ലാം കൂടെ ഒരുമിച്ച് തട്ടാം. ഇവന്മാരെ ആദ്യമേ ഒരുമിച്ചാക്കിയ കഴുകി വാരുന്ന സമയത്ത് ചിലപ്പോൾ റാഗി ചാടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇവന്മാരെ നന്നായി അരച്ചെടുക്കാമേ. ആദ്യത്തെ ആവേശത്തിന് അരച്ചെടുത്തപ്പോൾ ലേശം വെള്ളം കൂടിപ്പോയി. ലേശമല്ല, ഒരിത്തിരി. രണ്ടാം തവണ അത് സെറ്റാക്കാം. ബാക്കിയുള്ള മാവും കൂടി അരച്ച് നമുക്കൊരു പാത്രത്തിൽ ഒഴിച്ചു വെക്കാം കേട്ടോ. ഇനിയുള്ള അംഗമൊക്കെ നാളെ. പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും മാവൊക്കെ നന്നായിട്ട് പതച്ചു പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നേ. ഇതിൽ ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടി ചേർക്കാമേ. ഇത് വലിയവരുടെ ദോശ. കാശിമോൻ്റെ കുട്ടി ദോശയിൽ ഇത്തിരി നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. നെയ്യ് ഒഴിച്ച് തിരിച്ചിട്ട് കൊടുക്കാമേ. ബാക്കി ദോശയും കൂടി നമുക്ക് സെറ്റാക്കാം കേട്ടോ. കൂടെ ഒരു ചമ്മന്തിക്കറിയും കൂടെ ആയാലോ. നമ്മുടെ നായകൻ വന്ന് അവൻ്റെ പങ്ക് വാങ്ങിയിട്ട് പോയിട്ടുണ്ടേ. ഇതിൽ 1-2 അവൻ തിന്നും. ബാക്കിയെല്ലാം കാക്കയ്ക്കും പൂച്ചയ്ക്കുമാണ് കേട്ടോ. ചമ്മന്തിക്കറിക്ക് വേണ്ടിയിട്ട് 2-3 കൊച്ചുള്ളിയും ഇത്തിരി ഇഞ്ചിയും 2 പച്ചമുളകും ഇത്തിരി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവന്മാരെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി എന്താ, ഇത്തിരി എണ്ണ ഒഴിക്കുന്നു, ചൂടാക്കുന്നു. പൊട്ടിത്തെറിക്ക് മുന്നേ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ടേ. പിന്നെ ഇത്തിരി കൊച്ചുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ ഇത്തിരി കറിവേപ്പിലയും വരും. ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് അരച്ചു വെച്ച അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കാമേ. അരപ്പ് നല്ല കുറുകിയിരിക്കുന്നുണ്ട്. ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാവട്ടെ. ഇവിടെ അരപ്പ് തിളച്ചു പോകാൻ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. ഇവിടെ ഏതാണ്ടൊക്കെ ചമ്മന്തിക്കറി റെഡി ആയിട്ടുണ്ടേ. എന്നാൽ പിന്നെ ഞാൻ പോയി ദോശ കഴിച്ചിട്ട് വരാം കേട്ടോ.